ഇന്ന് അക്ഷരങ്ങൾ പൂക്കും, വാക്കുകൾ സംഗീതം പോലെ ഒഴുകും. വാക്കുകളുടെ പൂങ്കാവനത്തിൽ നിന്ന് സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും തേൻതുള്ളികൾ ശേഖരിച്ച് നമുക്കായി കരുതി വെച്ച വിശ്വരൂപം. സൂഫി സംഗീതം പോലെ ശാന്തവും സുന്ദരവുമായ പ്രഭാഷണ ശൈലിയുടെ ഉടമ, മനുഷ്യത്വത്തിന്റെ മനോഹരമായ ഭാഷ സംസാരിക്കുന്ന ലോക പൗരൻ. ഓരോ വാക്കും കേൾവിക്കാരന്റെ ആത്മാവിൽ സ്നേഹം പടർത്തുന്നു. വൈവിധ്യങ്ങളുടെ ഭാരതത്തെ ഒരു കവിത പോലെ വായിച്ചെടുത്ത പണ്ഡിതൻ, വാക്കുകളുടെ മാന്ത്രികൻ. We are extremely honored to welcome Dr. MP Abdul Samad Samadani MP. അർദ്ധരാത്രിയുടെ ഇരുട്ടിൽ നിന്നാണ് സൂര്യൻ ഉദിച്ചുയരുന്നത്. കിഴക്ക് വെള്ളകീറും, പുലരി വരും, സൂര്യൻ ഉദിക്കും, പ്രകാശം പരക്കും. പ്രകാശം പരക്കുമ്പോൾ ഇരുട്ട് പോയി മറയുക തന്നെ ചെയ്യും. ആഫ്താബ് താജ പൈദാ ബത്ന ഗീതി സഹുവ, ആസ്മാൻ ഡൂബേ ഹുവേ താരോം ക മാത്തം കബ് തക്. ഭൂമിയുടെ ഗർഭത്തിൽ നിന്ന് ഒരു പുതിയ സൂര്യൻ ഉദിച്ചുയർന്നു. അസ്തമിക്കാൻ പോകുന്ന സൂര്യൻ ചക്രവാളത്തിൽ മറയുന്നതിനു മുമ്പ് ഭൂമിയെ നോക്കി ഒരു ചോദ്യം ചോദിച്ചു. ഞാൻ പോയാൽ ഇവിടെ ഇരുട്ട് പരക്കും, ഇനി എന്തു ചെയ്യും? ഒരു മൺചിരാതി പറഞ്ഞു, ഞാൻ വെളിച്ചം പരത്തും എന്ന്. ഞാൻ വെളിച്ചമാകും. ആദരണീയനായ മെത്രാപ്പോലീത്ത അവർ ചെയ്തിട്ടുള്ള ഉദ്ഘാടന പ്രസംഗം തപിക്കുന്ന നെഞ്ചോടുകൂടിയാണ് ഞാൻ കേൾക്കുകയുണ്ടായത്. ഏതോ ഒരു രാജ്യാന്തര വേദിയിൽ, ഒരു ഇന്റർനാഷണൽ ഫോറത്തിൽ ചെയ്യുന്ന ഒരു പ്രസംഗം പോലെ അനുഭവപ്പെടുകയുണ്ടായി. ലോകം ഇന്ന് എന്തൊരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്, എങ്ങനെയാണ് ഇമ്മാതിരിയുള്ള വിപത്തുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, ചില വ്യക്തികളുടെ ധാർഷ്ട്യത്തിന് വേണ്ടി ലോകമെങ്ങനെ ആയുധപ്പുരകളായി തീരുന്നുവെന്ന് നാം ശ്രദ്ധിക്കുകയുണ്ടായി. നേരം വെളുക്കുമ്പോൾ ചില രാജ്യങ്ങളുടെ ഭരണാധികാരികൾക്ക് തോന്നുന്ന അന്നത്തെ രാവിലത്തെ അവരുടെ വിനോദമാണ് ലോകം എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെ ഏതെങ്കിലും ഒരു ഭരണാധികാരിക്ക് തോന്നിയെന്നിരിക്കട്ടെ, ഇന്ന് ഇന്ന മാതിരിയാകണം, ഇന്ന് ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ മേക്കെട്ട് കയറണം, ഇന്ന് എവിടെയെങ്കിലും പോയിട്ട് ബോംബ് വർഷിക്കണം. കുഞ്ഞുമക്കളുടെ വിലാപങ്ങൾ, മാതാക്കളുടെ ആർത്തനാദങ്ങൾ, അഭയാർത്ഥികളായി തീരുന്ന നിരപരാധികളായിട്ടുള്ള മനുഷ്യരുടെ കൂട്ടങ്ങൾ, ഇതൊന്നും അവരുടെ ഉറക്കം കെടുത്തുന്നില്ല. ഇതൊന്നും അവരെ ഒരു നിമിഷം പോലും ദുഃഖാകുലരാക്കുന്നില്ല. അഭിവന്യ മെത്രാപ്പോലീത്ത അവർ ചെയ്തിട്ടുള്ള ആ സംസാരം, അത് സാധിക്കുമെങ്കിൽ ഒരു ലഘുലേഖയാക്കി പ്രസിദ്ധീകരിക്കുകയും അത് ഇംഗ്ലീഷ് അടക്കമുള്ള ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്ത് മറ്റുള്ളവരെയൊക്കെ പരമാവധി കേൾപ്പിക്കുവാനും സഭ സംഘാടകരായിട്ടുള്ള സുഹൃത്തുക്കൾ നടപടിയെടുക്കണം എന്ന് നിർദ്ദേശിക്കുവാനും ഈ അവസരത്തിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആയുധം വാങ്ങാൻ വേണ്ടിയിട്ട് ചെലവാക്കുന്ന പണത്തെക്കുറിച്ചാണ് അഭിവന്യ മെത്രാപ്പോലീത്ത അവർ വളരെ പ്രശാന്തമായ സ്വരത്തിൽ നമ്മോട് സംസാരിച്ചത്. ഓമന മക്കളെ തലോടുന്ന ഒരാത്മീയ തേജസ്വിയുടെ വാക്കുകളാണത്. ആ മൃദുസ്വരം, ആ മൃദുസ്വരത്തിലെ വാക്കുകൾ എല്ലാം സഫലമാണ്. എല്ലാം സഫലമാക്കണം. വ്യത്യാസങ്ങളെ നിലനിർത്തിക്കൊണ്ട് എങ്ങനെ ജീവിക്കുക എന്നത് തന്നെയാണ് നമ്മുടെ മുമ്പിലുള്ള പരീക്ഷണം. ഏറ്റവും വലുത് പരസ്പര സഹകരണമാണ്. ഏറ്റവും വലുത് മനുഷ്യനാണ്, മനുഷ്യന്റെ വേദനയാണ്. പ്രപഞ്ചത്തിൽ മനുഷ്യരൊന്നാണ്, മനുഷ്യരൊരു കുടുംബമാണ്. വേദന എവിടെയും ഒരുപോലെയാണ്. വേദന, വേദം, വൈദികൻ, സംവേദനം. സംവേദനം അറിയിക്കുക, വേദം അറിവ്, അറിവ് വേദനയാണ്, വേദന അറിവുമാണ്. നാഗരികത നഷ്ടപ്പെടാനിടയാകരുത്. ഏറ്റവും വലുത് പരസ്പര സഹകരണമാണ്. സമൂഹത്തിലെ കഷ്ടപ്പെടുന്ന സാധുക്കളെയും കൊണ്ട് യേശുക്രിസ്തു നടന്നു പോകുമ്പോൾ നിനക്ക് ഇവരെ മാത്രമേ കിട്ടിയുള്ളൂ എന്ന് പരീക്ഷക്കാര് പരിഹസിച്ച് ചോദിച്ചില്ലേ? അപ്പോൾ യേശു പറഞ്ഞ മറുപടി എന്താണ്? രോഗിക്കല്ലേ വൈദ്യന്റെ ആവശ്യമുള്ളത് എന്ന മറുപടിയാണ് നൽകുകയുണ്ടായത്. രോഗിക്കാണ് വൈദ്യന്റെ ആവശ്യമുള്ളത്. തിരുനബിയുടെ ഒരു വചനമുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുവിൻ, മാനത്തുള്ള ദൈവം നിങ്ങളോടും കരുണ കാണിക്കും. ഇർഹം മൻ ഫിൽ അർദ്, ഭൂമിയിലുള്ളവരോട് കാരുണ്യം കാട്ടുവിൻ. യർഹമുക മൻ ഫിസ് സമാ, മാനത്തുള്ള ദൈവം നിങ്ങളോട് കരുണ കാണിക്കും. അഭിവന്ദനായ അധ്യക്ഷൻ സഹായ മെത്രാപ്പോലീത്ത അവർ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ 2-3 പദങ്ങൾ ആവർത്തിച്ചുപയോഗിക്കുകയുണ്ടായി. സ്നേഹം,
സൗന്ദര്യം വിവേകം, മതം സുന്ദരമാണ്. ട്രൂത്ത് ഈസ് ബ്യൂട്ടി ആൻഡ് ബ്യൂട്ടി ഈസ് ട്രൂത്ത്. To the master of words and a beacon of knowledge, we present this memento as a token of our profound admiration, sir. Your words have truly enlightened our hearts today. വാക്കുകളുടെ മാന്ത്രികൻ എന്ന് വിശേഷിപ്പിക്കുന്ന, അക്ഷരങ്ങൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന ബഹുമാനപ്പെട്ട അബ്ദുസമദ് സമദാനി സാഹിബിന്റെ വാക്കുകൾ ഒരു തേന്മഴ പോലെയാണ് നമ്മുടെ കാതുകളിൽ പതിച്ചത്. വിജ്ഞാനവും വിനയവും ചാലിച്ച ആ മനോഹര പ്രഭാഷണത്തിന് ഈ സദസ്സിന്റെയും സംഘാടകരുടെയും പേരിൽ 1000 നന്ദി രേഖപ്പെടുത്തുന്നു.